നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു നോളജ് പരമായിട്ടുള്ള ഒരു കാര്യത്തെ പറ്റിയാണ്. അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ് എന്ന വിഷയത്തെ പറ്റിയാണ്. ഇതിനിപ്പോൾ എന്താ യുണൈറ്റഡ് സ്റ്റേറ്റ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ, എന്താ ഇപ്പോൾ അതിൻ്റെ ഇത് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ നമ്മളെ കുട്ടികൾക്കും അതുപോലെ ഒരുപാട് ആളുകൾക്കൊന്നും അറിയാത്ത ചില ഒരു രഹസ്യങ്ങൾ ആ പേരിൽ അടങ്ങിയിട്ടുണ്ട്. അതാണെന്ന് വെച്ചാൽ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക കേട്ടിട്ടില്ലേ? യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് ഒമാൻ, യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്നൊക്കെ. എന്തായിരിക്കും ഇതിങ്ങനെ പറയാൻ കാരണം എന്നുള്ളത് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും? എങ്കിൽ അത് അറിയണം നമ്മൾ. യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്ന് വിവക്ഷിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ വിവക്ഷിക്കുമ്പോഴോ അതിനർത്ഥം ഒരുപാട് ചേരിചേരാ പ്രസ്ഥാനങ്ങളും അല്ലെങ്കിൽ ചേരിചേരാ രാജ്യത്തിൻ്റെ നാനാ സൈഡിലും പരന്നു കിടന്നിരുന്ന സ്റ്റേറ്റുകളെ എല്ലാത്തിനെയും ഒന്നിച്ചുകൊണ്ട് ഭരിക്കുന്ന ഒരു മെത്തേഡിനെയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക എന്ന് പറയുമ്പോൾ അമേരിക്കയുടെ തൊട്ടൊപ്പം കിടന്നിരുന്ന് ചന്ന ഭിന്നമായി കിടന്നിരുന്ന എല്ലാവരെയും ഒന്നിപ്പിച്ചുകൊണ്ട് അവരൊരു മഹാശക്തിയായിട്ട് നിലനിൽക്കുന്നു എന്ന് മറ്റുള്ളവരെ അറിയിക്കുകയാണ്. അപ്പം നമ്മൾക്കും ഉണ്ടല്ലോ ആ പേര്, യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്ന്. ഇതെങ്ങനെയാണ് വന്നു വെച്ചാൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഉദാഹരണത്തിന് നമ്മളെ ഇന്ത്യ എന്ന് പറയുന്നത് നാട്ടുരാജ്യങ്ങളായിരുന്നു. അപ്പോൾ അതിൻ്റെ വടക്ക് കിഴക്ക് പടിഞ്ഞാറ് തെക്ക് എന്ന് പറഞ്ഞ് വടക്ക് കിഴക്ക് തെക്ക് കിഴക്ക് എന്നൊക്കെ പറയുമ്പോൾ അവിടെയൊക്കെ വിവിധ രാജാക്കന്മാരായിരുന്നു ഭരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒപ്പം കിടക്കുന്ന സ്റ്റേറ്റുകൾ അവരുടെ ശ്രദ്ധയിൽ വന്നിരുന്നില്ല. അവർ സാമ്രാജ്യത്തിൻ്റെ അധിപന്മാരായിട്ട് ഇരിക്കുമ്പോൾ അത് അവരുടെ മെയിൻ കൺട്രോളിൽ മാത്രം അടങ്ങിയിട്ടുള്ള ഒരു ശ്രദ്ധാകേന്ദ്രമായിരുന്നു. എന്നാൽ യുണൈറ്റഡ് സ്റ്റേറ്റ് എന്ന് വരുമ്പോൾ പിന്നെന്താണെന്ന് വെച്ചാൽ ഭരിക്കുന്ന ആളുകൾ ആരാണോ അവരുടെ കോടതി, അവരുടെ പോലീസ്, അവരുടെ പട്ടാളം, അവരുടെ മന്ത്രിമാർ, ഇവരുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽ ആ ഒരു സ്റ്റേറ്റിൻ്റെ ആ ഒരു കൺട്രിയുടെ എല്ലാ വിവിധ പ്രാന്തപ്രദേശങ്ങളും ഉൾപ്പെടുക എന്നുള്ളതാണ് ഈ യുണൈറ്റഡ് സ്റ്റേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്കറിയാം, ചിറാപുഞ്ചി ഒന്ന്, കേരളം, കർണാടക, മഹാരാഷ്ട്ര ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ, മേഘാലയ, അതുപോലെ ആ ഭാഗങ്ങളിലുള്ള നമ്മൾക്ക് അറിയാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഒരു ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുമ്പോൾ എത്രയോ ഈ സ്ഥലങ്ങൾ, ദ്വീപസമൂഹങ്ങൾ, അതായത് കടലിൽ നമ്മളെ കടലതിർത്തിയിലുള്ള ദ്വീപ് സമൂഹങ്ങളൊക്കെ നമ്മുടെ തന്നെയാണ്. ആ ദ്വീപ് സമൂഹങ്ങളിലാണ് നമ്മളെ പട്ടാളങ്ങൾ, പകുതി ആളുകൾ നേവി ബന്ധപ്പെട്ടുള്ള ആളുകളൊക്കെ ആ ഭാഗത്താണ് ഇരിക്കുന്നത്.
ഉദാഹരണത്തിന് അന്തമാൻ നിക്കോബാർ ദ്വീപൊക്കെ നമ്മുടേതാണ്. ഇതുപോലെ നമുക്ക് പേരറിയാത്ത ഒരുപാട് ദ്വീപുകളുണ്ട്, അതെല്ലാം നമ്മുടേതാണ്. സിക്കിം, മേഘാലയ, ചിറാപുഞ്ചി, ഇതൊന്നും തന്നെ ഒന്നിച്ചു നിന്നിരുന്നതല്ല. ഒന്നിച്ചു നിർത്തിയിരിക്കുന്ന കാരണം എന്താ വെച്ചാൽ പുറം രാജ്യത്തു നിന്ന് ഒരു വിധ്വംസക പ്രവർത്തനങ്ങളോ ഒന്നും തന്നെ സംഭവിച്ചു കൊണ്ടിട്ട് രാജ്യത്തേക്ക് മറ്റുള്ള രാജ്യത്തെ ആളുകൾ കടന്നുകൂടാൻ വഴി ഉണ്ടാവരുത് എന്ന രീതിയിൽ അവിടെ എല്ലാം പട്ടാളക്കാരെ സജ്ജീകരിച്ചുകൊണ്ട് നമ്മളൊരു യുണൈറ്റഡ് സ്റ്റേറ്റാണ്. ഇപ്പോൾ മനസ്സിലാവേണ്ട യുണൈറ്റഡ് സ്റ്റേറ്റിൻ്റെ അർത്ഥം എന്താണെന്ന്. നമ്മൾ എന്ന് പറയുമ്പോൾ നമ്മളെ ഇന്ത്യയിലുള്ള എല്ലാ ആളുകളും ഒരു നിയമത്തിന് കീഴിൽ അടിയുറച്ച് നിൽക്കുന്ന ആളുകളാണ്. ഇത് നമ്മുടെ കൺട്രിയാണ് എന്നർത്ഥം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ആ വാക്കിൻ്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലുള്ള മറ്റ് ചെറിയ ചെറിയ കണ്ടൻറ്റുകളുമായിട്ട് ഇനിയും നമ്മൾ സന്ധിക്കും. അതുവരെ നിങ്ങൾക്ക് വണക്കം.